ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 22. പിന്നീടുള്ള ദിവസങ്ങളിൽ മാളു കോളേജിലേക്ക് പോവാൻ തുടങ്ങിയിരുന്നു. ആദ്യമൊക്കെ രാവിലെ അവൾ പോവാൻ ഒരുങ്ങി നിൽക്കുമ്പോഴേക്കും വിനോദ് കണ്ണു നിറച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുമായിരുന്നു. അത് കാണുമ്പോൾ അവൾക്ക് സങ്കടം തോന്നിയിട്ട് അവൾ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കും. എന്നാൽ ഹരി അവളെ ഒന്ന് കപടദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും അവൾ വിനോദിനെ പറഞ്ഞു മനസ്സിലാക്കി ചിന്നുവിനൊപ്പം കോളേജിലേക്ക് പോവും. എന്നും അവൾ പോകുന്നതിന് മുന്നേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവൻ അവളോട് ഉമ്മ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. ആദ്യമൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് അവൾക്ക് ചമ്മല് തോന്നുമായിരുന്നെങ്കിലും അവൾ അവനെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചതിന് ശേഷം മാത്രമേ കോളേജിൽ പോവാറുള്ളൂ. ഹരി എന്നും രാവിലെ വരും വിനോദിന്റെ വീട്ടിലേക്ക്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ അവന് മനസ്സിലായിരുന്നു മാളുവും വിനോദും തമ്മിൽ എത്രമാത്രം അടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഹരി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ മാളു കോളേജിൽ പോകൂ എന്ന് ഹരിക്ക് അറിയാമായിരുന്നു. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം ഏട്ടൻ പറയുന്നത് പോലെ അവൾ അനുസരിക്കുമായിരുന്നു. ഇതിനിടയിൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെല്ലാം ഹരിയും അവന്റെ അച്ഛനും ചേർന്നായിരുന്നു. ഹരിയോട് അടുക്കാൻ വിനോദിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നെങ്കിലും മാളു പറഞ്ഞതുകൊണ്ട് അവൻ ഇപ്പോൾ ഹരിയോട് സ്നേഹത്തോടെയെല്ലാം സംസാരിക്കും. ഈ ദിവസങ്ങളിലൊന്നും കല്യാണിയും ഗൗരിയും അങ്ങോട്ട് വന്നിരുന്നില്ല. എന്നും കാണാം വൈകുന്നേരം അവളെ കാത്ത് സിറ്റ് ഔട്ടിലിരിക്കുന്ന വിനോദിനെ. അത് കാണുമ്പോൾ മാളുവിന് ഒരുപാട് സന്തോഷം തോന്നും. അവൾ വന്നു കയറിയ അവന് മുഴുവൻ പരാതിയാണ്. ഉണ്ണിയുടെ അമ്മ വഴക്കു പറഞ്ഞു, TV കാണാൻ സമ്മതിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, അങ്ങനെ നീണ്ടുപോവും അവൻ്റെ പരാതികൾ. മാളു അതെല്ലാം ചിരിയോടെ കേട്ടു നിൽക്കും. പിന്നീടുള്ള സമയം മുഴുവൻ അവൻ അവളോടൊപ്പം തന്നെ ആയിരിക്കും. അവൾ പഠിക്കുമ്പോൾ അവളെ ശല്യം ചെയ്യാതെ അവൻ അവളുടെ മടിയിൽ കിടക്കും. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവന് ഭക്ഷണവും മരുന്നും കൊടുത്ത് അവൾ അവനെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു. ഗായും വാ, ഉണ്ണിയേട്ടന് ഉറക്കം വരുന്നു, അവൻ കൊഞ്ചിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. ഇപ്പൊ വരാട്ടോ ഉണ്ണിയേട്ടാ, നല്ല ഉണ്ണിയേട്ടനല്ലേ, അവൾ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൻ തല കുലുക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി. മാളു ദേവികയുടെ മുറിയിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അവർ കാലിൽ തൈലമിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അമ്മേ, വാതിലിന് മുന്നിൽ നിന്ന് മാളു അവരെ വിളിച്ചു. ദേവിക അവളെ കണ്ട് പുഞ്ചിരിച്ചു. എന്താ മോളെ, മോള് കിടന്നില്ലേ? വാ, അകത്തോട്ട് വാ, അവർ സന്തോഷത്തോടെ അവളെ വിളിച്ചു. മാളു പുഞ്ചിരിയോടെ റൂമിലേക്ക് കയറി. ഇരിക്കുമോളെ, അവർ ബെഡിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അവിടേക്കിരുന്നു. എന്താ അമ്മേ, കാലുവേദന കുറവില്ലേ? അവൾ അവരുടെ നീരുവെച്ച കാലിലേക്ക് നോക്കി സങ്കടത്തോടെ ചോദിച്ചു. ദേവിക പുഞ്ചിരിച്ചു. അത് ഇടയ്ക്കിങ്ങനെ വരും മോളെ, പിന്നെ പ്രായമായില്ലേ, ഇനി ഇങ്ങനെയൊക്കെ തന്നെയാ. ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ കേൾക്കാത്തോണ്ടല്ലേ? അവൾ മുഖം വീർപ്പിച്ചു. അവർ വാത്സല്യത്തോടെ അവളെ നോക്കി. ഇംഗ്ലീഷ് മരുന്നൊന്നും എനിക്ക് പിടിക്കില്ല മോളെ, ആയുർവേദം തന്നെയാ നല്ലത്. ഈ തൈലം പുരട്ടിയ ആ വേദന അങ്ങോട്ട് പൊക്കോളും, അവർ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടപ്പ് തുറന്നു. മാളു അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങി തറയിലേക്കിരുന്നു. ദേവിക എന്താ എന്ന പോലെ അവളെ നോക്കി. അവൾ പുഞ്ചിരിയോടെ തൈലം അവളുടെ കയ്യിലേക്ക് കമഴ്ത്തി. അയ്യോ മോളിതെന്താ കാട്ടണേ, അമ്മ ചെയ്തോളാ, അവർ പറഞ്ഞു. മാളു അവരെ കൂർപ്പിച്ചു നോക്കി. ഞാൻ ചെയ്തോളാ, എൻ്റെ അമ്മയല്ലേ, അവൾ സ്നേഹത്തോടെ പറഞ്ഞതും അവരുടെ മുഖം വിടർന്നു പോയി. മാളു പതിയെ എണ്ണ അവരുടെ കാലിൽ പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു. ദേവിക അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഉണ്ണിക്കിപ്പോ പഴയതിനേക്കാൾ കുറവുണ്ടെന്നാ അവൻ്റെ ഡോക്ടർ പറഞ്ഞ്. ദേവിക അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഭേദാവട്ടെ അമ്മേ, അവൾ പതിയെ പറഞ്ഞു. അവൻ്റെ പെട്ടെന്ന് മാറാൻ തന്നെ അമ്മയുടെ ആഗ്രഹം. പക്ഷെ അവൻ്റെ മാറിയ അവനെൻ്റെ മോളെ മറക്കുമോ? ഇതുപോലെ മോളവൻ പിന്നീട് സ്നേഹിക്കുമോ? അവർ ആകുലതയോടെ ചോദിച്ചു. മാളുവിൻ്റെ കൈകൾ ഒരു നിമിഷം നിശ്ചലമായി. അവളുടെ കണ്ണു നിറഞ്ഞു. അവൾ നിറഞ്ഞ കണ്ണോടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. ദേവിക അവളെ വേദനയോടെ നോക്കി. അറിയില്ല അമ്മേ, എനിക്കറിയില്ല. എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അസുഖം മാറിയ ഉണ്ണിയേട്ടൻ എന്നെ മറന്നുപോവോ? എന്നെ പിന്നെ എൻ്റെ ഉണ്ണിയേട്ടൻ സ്നേഹിക്കുമോ? ഒന്നും എനിക്കറിയില്ല. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവിക അവളുടെ കവിളിൽ പതിയെ തലോടി. മോളെ, അവരുടെ കണ്ണുകളും കലങ്ങിയിരുന്നു. ഞാൻ കാത്തിരിക്കും അമ്മേ, എൻ്റെ മരണം വരെ ഞാൻ കാത്തിരിക്കും എൻ്റെ ഉണ്ണിയേട്ടന് വേണ്ടി. എൻ്റെ സ്വന്താണല്ലോ, എനിക്കത് മതി. പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അവൾ പെട്ടെന്ന് അവരുടെ കാൽക്കൽ നിന്നും എഴുന്നേറ്റു. അമ്മ കിടന്നോളൂ, ഞാൻ റൂമിലേക്ക് പോവാ. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണേ. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തിറങ്ങി. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ മക്കളെ കരയിക്കല്ലേ ദേവി, രണ്ടാളും എൻ്റെ മക്കളാ. എൻ്റെ ഉണ്ണി, അവൻ എൻ്റെ കുഞ്ഞിനെ മറന്നു പോരുതേ.
അവർ മുകളിലേക്ക് നോക്കി കൈകൂപ്പി. മാളു റൂമിലേക്ക് ചെല്ലുമ്പോൾ വിനോദ് ബെഡിൽ അവൾക്കായി കാത്തിരിപ്പുണ്ട്. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചു കുറ്റിയിട്ട് അവൻ്റെ അടുത്തായി വന്നിരുന്നു. അവൾ അടുത്തിരുന്നതും വിനോദ് പെട്ടെന്ന് അവളുടെ തോളിലേക്ക് ചാഞ്ഞു. അവൻ്റെ നോട്ടം ചുമരിൽ വരച്ചിട്ടുള്ള ഗായത്രിയുടെ ചിത്രത്തിലായിരുന്നു. മാളു അവനെ ചേർത്ത് പിടിച്ചു. അവളും ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഗായു, അവൻ വിളിച്ചു. അവൾ മൂളിയതേയുള്ളൂ. ഗായുവിന് ഉണ്ണിയേട്ടനോട് എത്ര ഇഷ്ടമുണ്ട്? അവൻ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു. അവൾ ഒരു നിമിഷം മൗനം പാലിച്ചു. ശേഷം തുടർന്നു. എന്താപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. അവൻ പറഞ്ഞു. എനിക്ക് എൻ്റെ ഉണ്ണിയേട്ടന് ഒരുപാട് ഇഷ്ടാ. എത്ര ഇഷ്ടമെന്ന് ചോദിച്ചാ അതെനിക്ക് അറിയില്ല ഉണ്ണിയേട്ടാ. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിറയെ എൻ്റെ ഉണ്ണിയേട്ടൻ മാത്ര, എൻ്റെ ജീവൻ. അവൾ കണ്ണു നിറച്ചു. പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറുകയിൽ ചുംബിച്ചവൾ. അവൻ ഒന്ന് മൂളിയതേയുള്ളൂ. അവളുടെ നെറ്റി ചുളിഞ്ഞു. അവൾ അവനെ തോളിൽ നിന്നും മാറ്റി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ ഉണ്ണിയേട്ടാ, എന്താ ഒന്നും പറയാത്തെ? അവൾ അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൻ പുഞ്ചിരിച്ചു. അറിയില്ല ഗായു, പക്ഷേ ഉണ്ണിയേട്ടനിപ്പോൾ എപ്പോഴും നിന്നെയാ സ്വപ്നം കാണുന്നേ. അവൻ സങ്കടത്തോടെ പറഞ്ഞു. ആണോ? അതിനെന്തിനാ ഇപ്പം സങ്കടം? എന്നെ സ്വപ്നം കാണുന്നത് ഉണ്ണിയേട്ടന് ഇഷ്ടമല്ലേ? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ആണ്, ഇഷ്ടാണ്. പക്ഷേ സ്വപ്നത്തിൽ വന്ന് ഗായു എന്തിനാ കരയണേ? അവൻ സങ്കടത്തോടെ ചോദിച്ചു. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഞാൻ കരയേ? ഉണ്ണിയേട്ടൻ എന്തീ പറയണേ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഗായു കരയെ എൻ്റെ മുന്നിൽ നിന്നിട്ട്. എന്നെ മറന്നോ വിനോട്ടാ? എന്നെ ഇഷ്ടമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക എന്നോട്. എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കണേ? അവൻ സങ്കടത്തോടെ ചോദിച്ചു. മാളു തറഞ്ഞുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉണ്ണിയേട്ടാ! മാളു കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി. പതിയെ അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഗായു കരയണ്ടാട്ടോ, സ്വപ്നല്ലേ, പിന്നെന്തിനാ കരയണേ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നു, വാ നമുക്ക് ഉറങ്ങാം. അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബെഡിലേക്ക് കയറി കിടന്നു. മാളുവും അവൻ്റെ അടുത്തേക്ക് ചേർന്ന് മലർന്നു കിടന്നു. വിനോദ് അവളുടെ മാറിൽ തലവെച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു. മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്വപ്നത്തിൽ അവൻ കണ്ടത് ഗായത്രിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. എനിക്ക് തന്നേക്ക് ഗായുച്ചി, ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ. അവളുടെ ഹൃദയം വേദനയോടെ ഗായത്രിയോട് പറഞ്ഞു. അന്നത്തെ ദിവസം മാളുവിന് എന്തുകൊണ്ടോ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരുപാട് നേരം അങ്ങനെ തന്നെ കിടന്നു. പിന്നീട് പുലർച്ചെ എപ്പോഴോ അവളുടെ കണ്ണുകൾ നിദ്രയെ പുൽകി. വിനോദിൻ്റെയും മാളുവിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 8 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം മാളു അവനും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. അവനിൽ നിന്നും ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമാകാത്ത വിധം അവൾ അവനെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. വിനോദിൻ്റെ ദേഷ്യത്തിൽ ചെറിയ കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവളോടുള്ള സ്നേഹത്തിനും കുറുമ്പിനും തലോടലിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവളെ ചുംബിക്കാതെയും പുണരാതെയും അവൻ്റെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം കല്യാണി വീട്ടിലേക്ക് വന്നിരുന്നു. മാളു അന്ന് ക്ലാസ്സിൽ പോയിരിക്കുകയായിരുന്നു. അവർ നേരെ പോയത് ദേവികയുടെ മുറിയിലേക്കാണ്. മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയായിരുന്ന വിനോദ് അവരെ വ്യക്തമായി കണ്ടിരുന്നു. അതുവരെ അവനിൽ നിന്നും അകന്നു നിന്ന ദേഷ്യം വീണ്ടും തന്നിലേക്ക് വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. വിനോദിന്റെ മനസ്സിൽ അന്ന് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. കല്യാണിയും ഗൗരിയെയും അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടമല്ലായിരുന്നു. അന്ന് അവർ ദേവികയെ കണ്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പൂങ്കണ്ണീരൊഴുക്കി. വിനോദ് ഗൗരിയെ അടിച്ചു ചതച്ചിട്ടും ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ടിരുന്നു. ദേവികയ്ക്ക് അവരോട് പുച്ഛമാണ് തോന്നിയത്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന നീച, ദേവിക മനസ്സിൽ പറഞ്ഞു. എൻ്റെ ഉണ്ണി ഗൗരിയെ വെറുതെ അടിച്ചതല്ലോ കല്യാണി. നിന്നെ അവൻ ഉപദ്രവിച്ചതിനും നിന്റെ മോളെ അവൻ അടിച്ചതിനുമെല്ലാം കാരണക്കാര് നിങ്ങൾ രണ്ടാളും തന്നെയല്ലേ? ദേവികയുടെ ശബ്ദത്തിൽ പുച്ഛം കലർന്നിരുന്നു. കല്യാണിയുടെ മുഖം വിളറി വെളുത്തു. ദേവികയിൽ നിന്നും ഇങ്ങനെ എടുത്തടിച്ചതുപോലെയുള്ളൊരു മറുപടി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർക്ക് ദേവികയോട് തിരിച്ചു പറയാൻ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണി വെറുതെ വന്നതാണോ? അവരിൽ നിന്നും ഈർഷ്യയോടെ മുഖം തിരിച്ചുകൊണ്ട് ദേവിക അടുക്കളയിലേക്ക് നടന്നു. അവിടെ സുമതിയും ഉണ്ടായിരുന്നു. കല്യാണി പല്ലിരുമ്മിക്കൊണ്ട് അവർക്കൊപ്പം അടുക്കളയിലേക്ക് പോയി. ഞാൻ വെറുതെ വന്നതേട്ടത്തി. ഇതിൻ്റെ അപ്പുറത്തന്നെയല്ലേ ഞാനും എൻ്റെ മോളും താമസിക്കുന്നേ. എന്നിട്ടും ഇതുവരെ ഒന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഏട്ടത്തിയും രാജേട്ടനും ഹരിയൊന്നും. അതിൻ്റെ സങ്കടത്തിൽ വന്നതാ ഞാൻ. എന്നെ ഓർക്കണ്ട, എൻ്റെ മോളെ ഓർത്തൂടാ നിങ്ങൾക്കൊക്കെ.
അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എൻ്റെ ഗൗരി. എൻ്റെ ചന്ദ്രേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്നോട് ചെയ്യുമായിരുന്നു എല്ലാവരും. അവർ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ചന്ദ്രന്റെ പേര് കേട്ടതും ദേവികയ്ക്ക് ഒരു നിമിഷം വേദന തോന്നി. കല്യാണിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ചന്ദ്രശേഖരന്. അവൾ എന്ത് കുറുമ്പ് കാണിച്ചാലും അതെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്ന ആളായിരുന്നു എൻ്റെ ചന്ദ്രേട്ടൻ. പക്ഷേ രാജേട്ടൻ അങ്ങനെയായിരുന്നില്ല. അവൾ തെറ്റ് ചെയ്ത അപ്പൊ തന്നെ അവൾക്കുള്ള ശിക്ഷയും നൽകിയിരുന്നു രാജേട്ടൻ. ഇപ്പോഴും ഹരിയൻ ചിന്നുവിനെ അങ്ങനെ തന്നെ രാജേട്ടൻ വളർത്തുന്നതും. ചന്ദ്രേട്ടൻ്റെ ചെല്ലക്കുട്ടിയായിരുന്നു കല്യാണി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടും എന്നെ അവൾ വിഷമിപ്പിക്കുന്നത് കണ്ടാലും ചന്ദ്രേട്ടൻ ഒന്നും പറയില്ലായിരുന്നു. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ചന്ദ്രേട്ടന്. പക്ഷേ അനിയത്തിയെ സങ്കടപ്പെടുത്തുന്ന ഒന്നും അദ്ദേഹം ചെയ്യില്ലായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവും അവൾ ഇങ്ങനെ ആയതും. ഉണ്ണി വളർന്നതിന് ശേഷം അവനുണ്ടായിരുന്നു എല്ലാവരിൽ നിന്നും എന്നെ പൊതിഞ്ഞു പിടിക്കാൻ. ഹോ, ദേവിക ഒന്ന് ശ്വാസം വിട്ടു. കല്യാണി, നിന്നോടും നിന്റെ മോളോടും ഇവിടെ ആർക്കും ദേഷ്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ മക്കളെ വേദനിപ്പിക്കരുത് രണ്ടാളും കൂടിയിട്ട്. അത് എനിക്ക് സഹിക്കില്ല. അവർ കണ്ണ് നിറച്ചുകൊണ്ട് കല്യാണിയോട് പറഞ്ഞു. കല്യാണിയുടെ ചുണ്ടിൻ്റെ കോണിൽ പുച്ഛം നിറഞ്ഞു. അല്ലെങ്കിലും അവർക്കറിയാമായിരുന്നു ഒന്ന് കണ്ണ് നിറച്ച് സംസാരിച്ച ദേവികയുടെ മനസ്സ് അലിയുമെന്ന്. കല്യാണി ദേവികയെ നോക്കി വെളുക്കെ ചിരിച്ചു. ഞാൻ ആരെയും വിഷമിപ്പിക്കണില്ല ഏട്ടത്തി. വിനു എൻ്റെ കൂടി മോനല്ലേ. അങ്ങനെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ സ്വത്തുക്കളെല്ലാം എവിടെ നിന്നോ തെണ്ടിത്തിരിഞ്ഞ് വന്ന ഒരു ദരിദ്രവാസി പെണ്ണ് അനുഭവിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഏട്ടത്തി. ആ സങ്കടം കൊണ്ട് ഞാനന്ന് വിനുമോനോട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അവർ ഉള്ളിലെ ദുഷിപ്പ് പുറത്ത് കാണിക്കാതെ സങ്കടത്തോടെ ദേവികയോട് പറഞ്ഞു. മാളു എവിടെന്നോ വലിഞ്ഞു കയറി വന്ന പെണ്ണല്ല കല്യാണി. അവൾ എൻ്റെ മകൻ്റെ ഭാര്യ, എൻ്റെ മോളാ. ഈ വീടിൻ്റെ വിളക്കാ അവള്. ദേവിക കല്യാണിയുടെ മുഖത്ത് നോക്കി പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. കല്യാണിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്തിനാ ദരിദ്രവാസിയെ എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുന്നേ? അവൾക്ക് വേണ്ടി എന്തിനാ സംസാരിക്കുന്നേ? അതിനു വേണ്ടി അവൾ എന്തു ചെയ്തു ഇവർക്ക് വേണ്ടി? ആ ഭ്രാന്തനെ കല്യാണം കഴിച്ചതാണോ ഇവർ പറയുന്ന ഇത്രയും വലിയ കാര്യം? കല്യാണി മനസ്സിൽ വെറുപ്പോടെ ചിന്തിച്ചുകൊണ്ട് ദേവികയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഏട്ടത്തി. ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം. ഞാനും ഗൗരിമോളും നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ പൊറുക്കണം ഞങ്ങളോട്. കല്യാണി യാചനയോടെ പറഞ്ഞു. ദേവിക ഒന്ന് പുഞ്ചിരിച്ചു. സാരല്ല കല്യാണി, നിന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ണി അങ്ങനെ പറഞ്ഞത് എൻ്റെ മോന് വയ്യാത്തോണ്ടല്ലേ. നീ അത് കാര്യാക്കണ്ട. ഗൗരിയും കൂട്ടിയിട്ട് വരണം. അവർ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ കല്യാണിയുടെ മുഖം വിടർന്നു. വരാ ഏട്ടത്തി, മോള് പുറത്തേക്കൊന്ന് പോയതാ. വന്നിട്ട് ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാം. ഇപ്പം ഞാൻ ഇറങ്ങിയേക്കുവാ. കല്യാണി ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഗൗരിക്കെന്താ ഇന്ദ്രനുമായിട്ട് ബന്ധം? പെട്ടെന്നായിരുന്നു ദേവികയുടെ ആ ചോദ്യം. കല്യാണി ഒരു നിമിഷം ചലിക്കാൻ കഴിയാതെ നിന്നുപോയി. എന്തു മറുപടി പറയണമെന്നറിയാതെ അവർ വെപ്രാളപ്പെട്ടു. മാളവികയോട് ഇന്ദ്രന് മറ്റൊരു രീതിയിലുള്ള ഇഷ്ടമുണ്ടെന്ന് ഗൗരിക്ക് അന്ന് തന്നെ ഒരു സംശയം തോന്നിയിരുന്നു. പിന്നീട് പലപ്പോഴും രാഘവനും ഇന്ദ്രനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇന്ദ്രൻ മാത്രം വിനോദിനെ പേടിച്ചിട്ട് അധികവും വീടിനകത്തേക്ക് കയറിയിരുന്നില്ല. രാഘവൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രയും കൂടെ കൂട്ടാറുണ്ടായിരുന്നു. മാളുവിന് ഒഴിവുള്ള ദിവസങ്ങളിലാണ് അവർ വന്നിരുന്നത്. വിനോദ് റൂമിലാണെങ്കിൽ മാത്രം ഇന്ദ്രൻ അകത്തേക്ക് കയറും. മാളു പഠിക്കാൻ പോകുന്നത് ഇന്ദ്രനും രാഘവനും ഇഷ്ടമായില്ലെങ്കിലും അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ലായിരുന്നു. രാഘവൻ എപ്പോൾ വന്നാലും ദേവികയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇന്ദ്രൻ എന്തോ ബിസിനസ് തുടങ്ങാനാ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാ വരാറ്. അതുകൊണ്ട് തന്നെ അവർക്ക് തരില്ല എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് അയാൾക്ക് പണം നൽകാറുണ്ട്. ഒരിക്കൽ അതുപോലെ രാഘവനും ഇന്ദ്രനും കൂടി ദേവികയുടെ അടുത്തു നിന്നും പണം വാങ്ങിയ ശേഷം മുറ്റത്തു നിന്നും സംസാരിക്കുമ്പോഴായിരുന്നു തൻ്റെ വീടിൻ്റെ മുറ്റത്തു നിന്നും ഗൗരിയുടെ കണ്ണുകൾ അങ്ങോട്ട് പോയത്. മാളുവിലേക്ക് കൊതിയോടെ നീളുന്ന ഇന്ദ്രന്റെ കണ്ണുകളെ കണ്ട ഗൗരിയുടെ മുഖം വിടർന്നു പോയി. ചുണ്ടിൽ മാളുവിനെ തോൽപ്പിക്കാൻ വഴി തെളിഞ്ഞതിലുള്ള ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. തുടരും.